ഒരു സമാന്തര ശ്രേണിയുടെ 3, 34, 6, 67 എന്നിങ്ങനെയാണ്. ആദ്യ പദം എത്ര? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. 67 - 34 / 6 - 3. അപ്പോൾ 3/3 = 11. അതായത് 11 പൊതുവ്യത്യാസം എന്ന് കിട്ടി. ഇനി രണ്ടാമത് എത്രയെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് 34 - 11. 34 എന്താണ്? 3-ാം പദമാണ്. = 23 എന്ന് കിട്ടി. 1-ാം പദം = 23 - 11 = 12. അതായത് ആദ്യ പദം = 12 എന്ന് കിട്ടി. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38, 9-ാം പദം 66 ആയാൽ 25-ാം പദം എത്ര? പൊതുവ്യത്യാസം = 66 - 38/9 - 5 = 28/4 = 7. a + 4 × 7 = 38. a + 28 = 38. a = 10. a 10 എന്ന് കിട്ടി. 25-ാം പദം = 10 + 24 d = 10 + 24 × 7 = 10 + 168 = 178. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 8-ാം പദം 12, 12-ാം പദം 8 ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയാണ്? പൊതുവ്യത്യാസം = 8 - 12/12 - 8 = -4/4 = -1. 8-ാം പദം = 12 ആണ്. 12 = a + 7 × -1. 12 = a - 7. a = 19. ഇനി ബീജഗണിത രൂപം എഴുതണം. അതായത് a 19 എന്നും പൊതുവ്യത്യാസം -1 എന്നും കിട്ടി. 19 + n - 1 × -1 19 + -n + 1 = 20 - n. അടുത്ത ചോദ്യം. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്?